നമസ്കാരം. ഏത്തക്ക ചിപ്സിന് എന്താണ് ഇത്ര രുചി? സിവിൽ സർവീസിൻ്റെ ഫൈനൽ റൗണ്ട് ഇൻ്റർവ്യൂവിന് തിരുവനന്തപുരം നരുവാമൂട് സ്വദേശി JS ശ്രീജയോട് ഇൻ്റർവ്യൂ നടത്തുന്നവർ ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത്. മറ്റൊന്ന് ക്യൂബൻ പ്രതിസന്ധിയെക്കുറിച്ചായിരുന്നു. വേറൊരു ചോദ്യം എന്തുകൊണ്ട് പഠിക്കാൻ ചെന്നൈ പോലൊരു സ്ഥലം കേരളത്തിൽ നിന്ന് വന്ന് ചെന്നൈയിൽ പഠിക്കുന്നു എന്നുള്ളതായിരുന്നു. എന്തായാലും ഇവയ്ക്കെല്ലാം കൃത്യമായ ഉത്തരം നൽകിയ ആ പെൺകുട്ടി 57ാം റാങ്ക് നേടി കേരളത്തിൻ്റെ അഭിമാനമായി മാറി. IAS അല്ലെ IFS സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് നേടുക എന്നുള്ളത് നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതുമയുള്ള വാർത്തയല്ല. എന്നാൽ തിരുവനന്തപുരം നരുവാമൂട് സ്വദേശി ശ്രീജയുടെ 57ാം റാങ്കിന് വളരെയധികം വിലയുണ്ട്. ആ നേട്ടത്തിന് പിന്നിൽ വലിയ ഒരു കഥയുണ്ട്. വെറും 9ാം ക്ലാസ് വരെ മാത്രം പഠിച്ചിട്ടുള്ള നിർമ്മാണ തൊഴിലാളിയായ ജയകുമാറിൻ്റെ മകളാണ് ശ്രീജ. IAS അല്ലെങ്കിൽ സിവിൽ സർവീസ് സ്വപ്നം കണ്ടുകൊണ്ട് വളരെ മികച്ച തയ്യാറെടുപ്പാണ് ഈ പെൺകുട്ടി നടത്തിയത്. ഈ ശ്രീജയുടെ കഥയാണ് സത്യത്തിൽ റിയൽ കേരള സ്റ്റോറി. പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും ലോകത്തു നിന്ന് പടിപടിയായി പഠിച്ച് മുന്നേറി ഇന്നിപ്പോൾ കേരളത്തിൻ്റെ നെറുകയിൽ ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു പോസ്റ്റിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടാൻ ഒരുങ്ങുകയാണ് ശ്രീജ. ശ്രീജയുടെ പഠന രീതിയാണ് നമ്മളെ ആകർഷിക്കേണ്ടത്. ഏതൊരു വിദ്യാർത്ഥിയും IAS അല്ലെങ്കിൽ IPS പോലെയുള്ള സിവിൽ സർവീസ് പരീക്ഷ ലക്ഷ്യമിടുന്ന ഏതൊരു വിദ്യാർത്ഥിയും മാതൃകയാക്കേണ്ട ഒരു പഠിതാവാണ് ശ്രീജ. ശ്രീജ വെള്ളായണിയിലും പട്ടം സെൻറ് മേരീസിലുമൊക്കെയായി പഠിച്ചതിന് ശേഷം ഉപരിപഠനത്തിനായി, പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു ഐച്ഛിക വിഷയമായെടുത്ത്, ഉപരിപഠനത്തിനായി പോയത് ചെന്നൈ ക്രിസ്ത്യൻ കോളേജിലാണ്. അവിടെ നിന്ന് അവിടുത്തെ അധ്യാപകർ പ്രോത്സാഹിപ്പിച്ചതനുസരിച്ചാണ് ശ്രീജ തിരിച്ച് നമ്മുടെ തിരുവനന്തപുരത്തെത്തി ഇവിടെ IAS അക്കാഡമിയിൽ പഠിക്കാൻ തിരഞ്ഞെടുക്കുന്നത്. പിന്നീടുള്ളത് ചിട്ടയായ പഠനമായിരുന്നു. ഇന്നലെ ശ്രീജയുടെ വീട്ടിലേക്ക് കടന്നു ചെന്ന മാധ്യമപ്രവർത്തകർ വളരെയധികം കൗതുകത്തോടെ കണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. ഭിത്തി നിറയെ ചില കടലാസുകൾ എഴുതി ഒട്ടിച്ചിരിക്കുകയാണ്. അതിൽ മിഷൻ 2030, മിഷൻ 2030 എന്ന പേരിൽ വെള്ളക്കടലാസിൽ എഴുതി, അതിൽ പേന കൊണ്ട് എഴുതി, അതിൽ മഞ്ഞ നിറം കൊണ്ട് മാർക്ക് ചെയ്ത ചില ലക്ഷ്യങ്ങൾ, ഈ പെൺകുട്ടിയുടെ ലക്ഷ്യങ്ങൾ. അതാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. അതിൽ എഴുതിയിരിക്കുന്നത് 2026 IFS നേടണമെന്നാണ്. ഈ പേപ്പറിൻ്റെ തലക്കെട്ട് തന്നെ ശ്രീജ JS IFS എന്നായിരുന്നു. ആദ്യം IFS നേടുക, പിന്നീട് നല്ലൊരു പോസ്റ്റിംഗ് നേടുക, അതിനുശേഷം കുടുംബജീവിതത്തിലേക്ക് കടക്കുക. ഇങ്ങനെ കുറേ ലക്ഷ്യങ്ങൾ എഴുതി ഒട്ടിച്ച ഒരു വെള്ളക്കടലാസ്. ആ വെള്ളക്കടലാസിൽ ആദ്യത്തെ ലക്ഷ്യം ശ്രീജ നേടിക്കഴിഞ്ഞു. ശ്രീജയ്ക്ക് 57ാം റാങ്ക് ഉണ്ട്. IAS വേണമെങ്കിൽ കിട്ടും, IPS വേണമെങ്കിൽ കിട്ടും. പക്ഷേ ഈ പെൺകുട്ടി ലക്ഷ്യമിടുന്നത് IFS ആണ്, അതായത് ഇന്ത്യൻ ഫോറിൻ സർവീസ്. നമ്മുടെ സിവിൽ സർവീസിലെ ഏറ്റവും ഗ്ലാമറുള്ള പദവിയാണ്. IASൻ്റെയും IPSൻ്റെയും ഗ്ലാമർ അല്ല IFSനുള്ളത്. IFSൻ്റെ ആഴം എന്താണെന്നും IFS എന്നുള്ള ആ സർവീസിലേക്ക് കടക്കുമ്പോൾ തനിക്ക് കിട്ടാൻ പോകുന്ന നേട്ടങ്ങൾ എന്താണെന്നും ഒക്കെ ഈ പെൺകുട്ടിക്ക് അറിയാം. 9ാം ക്ലാസ്സുകാരനായ അച്ഛനാണെങ്കിലും അമ്മ ഷീബ MA കാരിയാണ്. അച്ഛൻ ജയകുമാർ 9ാം ക്ലാസ്സുകാരനാണെങ്കിലും അമ്മ ഷീജ MA കാരിയാണ്. അമ്മയുടെ ഈ ഒരു പഠന രീതി പിന്തുടർന്നാണ് ശ്രീജ സിവിൽ സർവീസിലേക്ക് എത്തുന്നത്. ശ്രീജയുടെ സഹോദരൻ ചെന്നൈ ലയോള കോളേജിൽ പഠിക്കുകയാണ്. ചിട്ടയായും കൃത്യമായുമാണ് ശ്രീജ IAS സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തത്. IFS എന്നുള്ള ഒരു ലക്ഷ്യം, ആദ്യ 15 റാങ്ക് ആയിരുന്നു നേടാൻ ലക്ഷ്യമിട്ടത്. ആദ്യ 15 റാങ്കിൽ നേടിയാലുള്ള ഗുണം തനിക്ക് ഇഷ്ടപ്പെട്ട സർവീസ് തിരഞ്ഞെടുക്കാൻ കഴിയും. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഫോറിൻ സർവീസ്. ഇന്ത്യൻ ഫോറിൻ സർവീസ് മാത്രം സ്വപ്നം കണ്ട പെൺകുട്ടിക്ക് ഈ 57ാം റാങ്ക് ഒരു മുതൽക്കൂട്ടാണ്. അവളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ശ്രീജ ഈ 57ാം റാങ്കും കേരളത്തിലെ 1ാം റാങ്കും നേടി നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ, നമുക്ക് വലിയൊരു മാതൃകയായി മാറുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ശ്രീജയുടെ പഠന രീതി, ശ്രീജ നമുക്ക് മുന്നിൽ കാണിച്ചു തന്ന ഒരു മാതൃക, അതായത് ഒരു ചെറിയ വീട്ടിനുള്ളിൽ നിന്നാണ് പഠിച്ച് മുന്നോട്ട് വന്നത്. ശ്രീജ നമുക്ക് കാണിച്ചു തന്ന മാതൃക, പണി തീരാത്ത വീടിനുള്ളിൽ അച്ഛൻ കടം വാങ്ങി നൽകിയ പണം ഉപയോഗിച്ച്, ശ്രീജ സ്വയമായി സമ്പാദിച്ച പണം ഉപയോഗിച്ച് IAS സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോയി.
ആ കോച്ചിങ്ങിൽ തന്നിൽ അർപ്പിച്ച വിശ്വാസം ഏറ്റെടുത്ത് കേരളത്തിലെ 1ാം റാങ്കുകാരിയായി ശ്രീജ IFS നേടി വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി പറക്കുമ്പോൾ ഉറപ്പായും ഒരു ത്യാഗ മനോഭാവം, ഒരു അർപ്പണ മനോഭാവം, ഒരു കഠിനാധ്വാനം, ഇതിൻ്റെ എല്ലാം ഒരു വലിയ റിസൾട്ടാണ് നമുക്ക് മുന്നിൽ തെളിയുന്നത്.